എൻ്റെ വീടിനടുത്ത് ഒരു വീടുണ്ട്. അവിടെ കുറച്ച് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തൊരു വീടുണ്ട്. അതിൻ്റെ ജനലിൽ കൂടെ നോക്കിയൊരു പറമ്പുണ്ട്. ഈ പറമ്പിൽ ഇവിടെ വീടും ഇവിടെ കിണറുവാ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 3-4 പേര് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ സ്ഥിരം ഈ വീട്ടിൽ നിന്നൊരു പുള്ളി നടന്നു പോയി ഇവിടുന്ന് വെള്ളം കോരി 2 കുടം എടുത്ത് തല വെച്ച് അങ്ങോട്ട് 2 കയ്യിലും കുടം പിടിച്ചിട്ട് ഇങ്ങനെ പത്തക്കം അങ്ങോട്ട് പോകും, ഇങ്ങോട്ടൊരു അവിടെയോട്ടൊരു കിണർ കുത്തുകയില്ല, ഇവിടുന്നൊരു മോട്ടർ എടുത്ത് അങ്ങോട്ട് വലിക്കുകയില്ല. ഈ യാത്രയും വെള്ളം കോരലെന്ന് പറയുന്നത് സ്ഥിരം. ഒരു വീട്ടിൽ വെള്ളത്തിൻ്റെ ചിലവ് ചില്ലറ ചിലവാണ്. എന്തോരം തവണയാണ് വെള്ളം കോരിക്കൊണ്ട് പോകുന്നതെന്നുള്ളത്. അത്രയും വെള്ളം കോരി പോകുന്ന ഒരാളുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ലേസർ ടോർച്ച് എന്ന് പറഞ്ഞ ടോർച്ച് ഇറങ്ങി. ഈ ലേസർ ടോർച്ചിന് ഈ ബീമില്ലല്ലോ, കാണൂല. ഇത് അടിച്ചു പിടിച്ചാൽ മേത്തല്ല ഇത് കാണൂല, എവിടെയൊന്നും കാണത്തില്ല. അപ്പോൾ ഈ പോകുന്ന പറമ്പിൽ കപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വെള്ളം കോരാൻ പോയിട്ട് 2 കയ്യിൽ കുടവും വെള്ളമായിട്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ഈ ലേസർ ടോർച്ച് പതുക്കെ പുള്ളിയുടെ മുന്നിൽ കൂടെ ജനലിൽ കൂടെ നിന്ന് അടിച്ചു വിട്ട്. പുള്ളി പെട്ടെന്ന് നിന്ന് ഒരു ചുമല സാധനം പോണ കണ്ടിട്ട് പിന്നെ നോക്കി വന്നപ്പോൾ ഞാൻ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മുന്നിൽ കൂടെ അടിച്ചു. പുള്ളി എന്ന് ഞാൻ കാണിച്ചു അങ്ങോട്ട് പോയി. പിന്നെ അത് 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ അടിച്ച് ഞാൻ ഒരു സ്പോട്ടിൽ ഇത് അടിച്ചു പിടിച്ചിട്ട് പിന്നെ പറപ്പിക്കും. പുള്ളി ഒരു കപ്പയുടെ കോലിങ് ഓടിച്ച്. ഞാനിത് അടിക്കണ വഴിയൊക്കെ അതിൻ്റെ പുറകെ നടന്ന് കട്ട ഈ കപ്പക്കോലോട്ട് ഇതിനെ അടിച്ച് പുള്ളി പുറകെ പിടിച്ച്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഈ ലേസർ ടോർച്ച് ഇങ്ങനെ അടിച്ച് പിടിച്ചപ്പം ഒരു കുടം വെള്ളം പുള്ളി അങ്ങോട്ട് കമത്തി കളഞ്ഞു. എന്നിട്ട് ആ കുടം കൊണ്ടുവന്നിട്ട് ഈ സാധനത്തിനെ ഒറ്റ പൊത്തി. എന്നിട്ട് ഈ വെള്ളമുള്ള കുടം എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് പുള്ളി. എന്നിട്ട് വീട്ടിട്ട് പോയി. വീട്ടിൽ പോയിട്ട് മക്കളെല്ലാം ബിജു ജോജി എന്നൊക്കെ കുറേ മക്കളുണ്ട്, ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വരുമ്പോൾ മക്കളുടെ കയ്യിൽ മടലും വെട്ടുകത്തിയൊക്കെ ഉണ്ട്. ഒരുത്തൻ്റെ കയ്യിൽ 2 പേരും കൂടെ വന്നേക്കോ. എൻ്റെ പുള്ളി അവിടെ നിന്ന് കോമ്പോസിങ്ങാണ്. ഒരു കാര്യം ചെയ്യും, ഞാനിത് പൊക്കും, അപ്പം അടിച്ചു പോകണം. പിന്നെ പൊക്കിയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പറയരുത്. കഴിഞ്ഞിട്ട് മക്കളെ അടിക്കാനായിട്ട് ബിജുവൊക്കെ ഞാൻ നോക്കുമ്പോൾ തൂമ്പക്കൈയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നു. ഞാനിത് ജനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഒരൊറ്റ പൊക്ക് പൊക്കി അടിയും വേണ്ടി സാധനവും കാണാനില്ല. പുള്ളി കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിയുടെ മോനോട് പറയുക, ഞാനേ ഒരു രത്നവണ്ടിനെ ഇവിടെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലെന്ന്. രത്നവണ്ട് നമ്മുടെ അവിടെ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളുക അമ്പലത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ അമ്പലത്തിലൊന്നും പോകാത്ത ഒരാളുണ്ട്, ഒരു പുള്ളിയുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ ദീപാരാധന സമയത്ത് ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ പുള്ളി ക്യൂവിൽ ഈ ദീപസ്തംഭത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് പുള്ളി. അപ്പം നട തുറക്കാൻ കുറേ താമസമുള്ള കാരണം ദീപസ്തംഭത്തിൽ നിന്ന് ബീഡി കത്തിച്ചെന്നും പറഞ്ഞൊരു ചെറിയ കേസിനും പുള്ളിനെ നാട്ടുകാരെല്ലാം കൂടെ പഞ്ഞിക്കിട്ടിട്ട് പുള്ളി അമ്പലത്തിൽ വരാണ്ടായി. ഈ അമ്പലത്തിൽ വരാതായിട്ട് കുറേ നാളുകൂടി ഉത്സവത്തിന് പുള്ളി വന്നു. അപ്പോൾ പുള്ളി ഒരു ഗുണ്ടയാണ്, അത്യാവശ്യം നാട്ടുകാരെ പേടിപ്പിക്കുക, മനസ്സിലൊരു ഗുണ്ടത്തരങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഈ പുള്ളി. ഈ വെളിച്ചപ്പാടി ഇങ്ങനെ ഓടി നടന്ന് ഉറഞ്ഞു തുള്ളുമ്പം അതിനടുത്ത് മുണ്ടും മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്പലത്തിൽ എല്ലാവരും മടക്കി കുത്തി അഴിച്ചല്ലേ നിൽക്കുള്ളൂ. മടക്കി കുത്തിയിട്ട് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഈ വെളിച്ചപ്പാടിൻ്റെ പരിപാടികൾ ഇങ്ങനെ പുള്ളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വെളിച്ചപ്പാട് ഈ വാളായിട്ട് വന്നപ്പം പുള്ളി ഓൾറെഡി ഗുണ്ടയായ കാരണം പുള്ളി ഒന്ന് തയ്യാറെടുത്തു. വാളൊക്കെ കണ്ടാൽ പുള്ളിക്ക് ഇടിയാണല്ലോ പുള്ളിയുടെ മെയിൻ പരിപാടി. പുള്ളി വതക്കി ഒന്ന് നെഞ്ചൊക്കെ വിരിച്ചിട്ട് പുള്ളി ഇങ്ങനൊരു അയാളെ വെട്ടാനാ വന്നെന്നുള്ള ആക്ഷനൊക്കെ എടുത്തുമ്പം വെളിച്ചപ്പാടാണ് കണ്ണടച്ച് നിന്ന് തുള്ളുക. കണ്ണടച്ച് തുള്ളിയിട്ട് ചേട്ടനാണ് ഗുണ്ട. പുള്ളി ഇവിടെ വന്ന് ഇങ്ങനെ തുള്ളിയിട്ട് ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഇയാള് അമ്പലത്തിൽ വരുമ്പോൾ പുള്ളി ഞാനോ നീ ചോദിച്ചു കേട്ടോ. അപ്പം ഒന്ന് ഗുണ്ടയായിട്ട് ഞാനോ നീ ചോദിച്ചോണം കേട്ടോ. ചേട്ടൻ ഗുണ്ടയാ. പുള്ളി അവിടെ തൊഴുത് നിൽക്കുമ്പോൾ ഈ പുള്ളി ഓടി ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഞാനോ. എന്നാ ദേവിക്ക് തെറ്റിയതായിരിക്കും.